സോഷ്യൽ മീഡിയ വഴി യുവാക്കളിൽ തരംഗമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധം ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കാതിരിക്കാൻ വയ്യ. സൈബർ ലോകത്തു നിന്നിറങ്ങിയ യുവത്വം ഭരണകൂടത്തിനെതിരെ നടത്തിയ പ്രതിഷേധം അത്രമേൽ ശക്തമായിരുന്നു. രാജ്യത്തെ മുൻനിര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെയും തൊഴിലില്ലായ്മയ്ക്കെതിരെയുമുള്ള യുവതയുടെ പ്രതികരണത്തിനായിരുന്നു ജന്തർ മന്ദർ സാക്ഷ്യം വഹിച്ചത്. ദേശീയ പരീക്ഷകളിലെ വീഴ്ചകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു ആവശ്യമെന്നതിനാൽ ആ പ്രതിഷേധം NDA ഭരണകൂടം ശരിക്കും ഭയപ്പെട്ടിരുന്നു. അമേരിക്കയിൽ നിന്ന് അംബേദ്കറുടെ പുസ്തകവും കയ്യിലേന്തി ഇന്ത്യയിൽ തിരിച്ചെത്തിയ CJP സ്ഥാപകൻ അഭിജിത്ത് തന്നെയായിരുന്നു മുന്നേറ്റത്തിന്റെ കുന്തമുന. ഡൽഹിയിലെ യുവാക്കളുടെ പ്രതിഷേധം തന്നെയാണ് സ്പോട്ട്ലൈറ്റ് വിഷയമാക്കുന്നത്. ഡൽഹിയിലെ പാറ്റ വിപ്ലവം. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഓൺലൈൻ സറ്റയർ രാഷ്ട്രീയ കൂട്ടായ്മ പെട്ടെന്നു തന്നെയാണ് രാഷ്ട്രീയ രംഗം പിടിച്ചടക്കിയത്. വളരെ കുറച്ചു ദിനങ്ങൾ കൊണ്ട് അവർ സമൂഹ മാധ്യമങ്ങളിലും ചെറുപ്പക്കാർക്കിടയിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ പ്രവണതയായി മാറി. വൈകാതെ ഭരണകക്ഷിക്ക് വലിയ തലവേദനയായി CJP മാറി. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കോക്രോച്ച് എന്ന് വിശേഷിപ്പിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വിവാദ പരാമർശങ്ങളാണ് CJPയുടെ തുടക്കം. തങ്ങൾ എല്ലാവരും പാറ്റകളാണെന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്ന അഭിജിത്ത് ദീപ്കെ തന്നെയാണ് CJPയുടെ മുഖ്യ സംഘാടകൻ. 2020-23 കാലത്ത് ആം ആദ്മി പാർട്ടിയുടെ സമൂഹ മാധ്യമ സംഘത്തിൽ വളണ്ടിയറായിരുന്നു അഭിജിത്ത്. ബോസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് പബ്ലിക് റിലേഷൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയ 30-കാരന്റെ താമസവും അമേരിക്കയിലാണ്. ഞാൻ ഇന്ത്യയിലേക്കുള്ള യാത്ര തിരിക്കുന്നു. ഇനി എൻ്റെ ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ കൈകളിലാണ് എന്ന് യാത്ര തിരിക്കുന്നതിന് തൊട്ടു മുൻപ് എക്സിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ CJP സ്ഥാപകൻ അഭിജിത്ത് വ്യക്തമാക്കിയിരുന്നു. BR അംബേദ്കറുടെ പുസ്തകം ഉയർത്തിപ്പിടിച്ചാണ് അഭിജിത്ത് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. തുടർന്നായിരുന്നു ഡൽഹിയെ ഇളക്കി മറിച്ച CJPയുടെ പ്രതിഷേധം. പാർട്ടിയുടെ ടീഷർട്ട് ഇട്ട് പൂവും ഭരണഘടനയും കയ്യിൽ വെച്ചായിരുന്നു യുവജനങ്ങൾ ജന്തർ മന്ദറിലേക്ക് ഒഴുകിയത്. നീറ്റ് പരീക്ഷാ ചോർച്ചയെ തുടർന്ന് 17ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ് CJP ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാന രാഷ്ട്രീയ ആവശ്യം. ഈ മുന്നേറ്റം കേന്ദ്ര ഭരണകൂടത്തെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലെ മുന്നേറ്റം തെരുവിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വീക്ഷിക്കുകയായിരുന്നു പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം. പ്രതിഷേധം തടഞ്ഞാലുണ്ടാകുന്ന പ്രതികരണങ്ങളെക്കാൾ അവ നടത്തി അവസാനിപ്പിക്കുകയാണ് നല്ലതെന്ന നിലപാടിലായിരുന്നു കേന്ദ്ര ഭരണകൂടം. SFIയും ISAയും ഉൾപ്പെടെ ഏതാനും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധത്തിൽ സംഘടനാ രൂപമില്ലാതെ അണിചേരാനെത്തിയിരുന്നു. AAP സംഘടന പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസ്, RJD ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതിഷേധത്തിന് അനുകൂല പ്രസ്താവനകൾ ഇറക്കുകയും പല പ്രവർത്തകരും അണിചേരുകയും ചെയ്തു. ആദ്യ പ്രതിഷേധം എന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയ ആവശ്യം ഉന്നയിക്കാൻ CJP എന്ന സാമൂഹിക കൂട്ടായ്മയ്ക്ക് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥികളുടെ ആത്മഹത്യ, CBSE പരീക്ഷ ക്രമക്കേട് എന്നിവ ചൂണ്ടിക്കാട്ടി മന്ത്രിയുടെ രാജി ആവശ്യം ഉന്നയിക്കാനുള്ള രാഷ്ട്രീയ പരിസരം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധമല്ലാതെ ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടികൾ പ്രക്ഷോഭവുമായി തെരുവിലിറങ്ങിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളും ഇടപെടലും ഉണ്ടായെങ്കിലും പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ കോൺഗ്രസിനായിട്ടില്ല. രാഷ്ട്രീയ കക്ഷികളുടെ ഈ നിലപാട് യുവജനങ്ങളിൽ ഉണ്ടാക്കിയ അസംതൃപ്തി ചെറുതല്ല. ലക്ഷക്കണക്കിന് യുവാക്കൾ സ്വയം കോക്രോച്ചുകൾ എന്ന് വിശേഷിപ്പിച്ച് അണിനിരക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നത് ഒരു തലമുറയുടെ ആഴത്തിലുള്ള നിരാശയും വ്യവസ്ഥിതിയോടുള്ള അമർഷവുമാണ്. ഇത് ഇന്ത്യൻ യുവത്വത്തിന്റെ വിഹ്വലമായ മാനസികാവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായ രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. വലിയൊരു വിഭാഗം യുവാക്കൾക്ക് ഇന്ന് സ്വന്തം ജീവിതം തന്നെ ഒടുങ്ങാത്തൊരു മത്സര പരീക്ഷയായി മാറിയിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവർ അഭിമുഖീകരിച്ചത് പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ്. വിലക്കയറ്റത്തിൽ ഉലയുന്ന കുടുംബങ്ങൾ, രൂക്ഷമായ തൊഴിലില്ലായ്മ, അസ്ഥിരമായ തൊഴിൽ സാഹചര്യങ്ങൾ, തുടർച്ചയാകുന്ന ചോദ്യപേപ്പർ ചോർച്ചകൾ, തകർന്നടിയുന്ന പൊതു സംവിധാനങ്ങൾ. ഇവിടെയാണ് മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പരാജയം പ്രകടമാകുന്നത്. യുവാക്കളുടെ ഈ പ്രകോപനത്തെയും ആത്മരോഷത്തെയും വ്യവസ്ഥാപിതമായി ജനകീയ പ്രക്ഷോഭങ്ങളാക്കി മാറ്റുന്നതിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പാടെ പരാജയപ്പെട്ടതിന്റെ പരിണതിയാണ് ഇപ്പോൾ ഉയർന്ന ജെൻസി പ്രതിഷേധം. ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഇന്ധനവില വർധനവിനെതിരെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മൗനം പാലിക്കുന്നത് തന്നെ മികച്ച ഉദാഹരണം.
ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ കൃത്യമായ രാഷ്ട്രീയ സ്വഭാവം കൈവരിക്കുകയോ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്ത ചില സോഷ്യൽ മീഡിയ ഡിജിറ്റൽ കൂട്ടായ്മകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. കർഷക സമരത്തിന്റെ വിജയം, ജല്ലിക്കെട്ട് പ്രതിഷേധം, ഡൽഹി കൂട്ടബലാത്സംഗ കേസിന് പിന്നാലെ ഉയർന്ന ജസ്റ്റിസ് ഫോർ നിർഭയ ക്യാമ്പയിൻ, മീ ടു ക്യാമ്പയിൻ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇന്ത്യയിലെ ശക്തമായ ജനാധിപത്യ പ്രക്ഷോഭങ്ങളുടെ പാരമ്പര്യമെന്നും തെരുവുകളിലായിരുന്നു രൂപപ്പെട്ടത്. ജനങ്ങളുടെ വേദനകളെ ഭരണകൂടത്തോടുള്ള മൂർച്ചയുള്ള രാഷ്ട്രീയ ചോദ്യങ്ങളാക്കി മാറ്റിയത് ജനങ്ങൾക്കൊപ്പം തെരുവിലിറങ്ങിയ പ്രതിപക്ഷങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് വേളകളിൽ മാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങുകയും ബാക്കി കാലം ഡിജിറ്റൽ ഇടങ്ങളിലെ പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യുന്ന രാഷ്ട്രീയം ഭരണവർഗത്തിൽ ഒരു സമ്മർദ്ദവും സൃഷ്ടിക്കില്ല. ഇവിടെയാണ് തെരുവിലിറങ്ങുന്ന ജെൻ സി പ്രക്ഷോഭങ്ങൾ ജനപ്രിയമാകുന്നത്. ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ആരാണ്, എന്തൊക്കെയാണ് എന്നീ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. കോടതിയിലും ഇക്കാര്യത്തിലുള്ള അന്വേഷണങ്ങൾ ഹർജികളായി എത്തിയിട്ടുണ്ട്. മുഖ്യധാര പ്രതിപക്ഷ പാർട്ടികളും സംശയത്തോടെ ഈ കൂട്ടായ്മയെ കൈ അകലത്തിൽ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. ഡിജിറ്റൽ ലോകത്തെ മീം സംസ്കാരത്തിൽ നിന്ന് തെരുവിലെ ജനകീയ പ്രതിരോധങ്ങളിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന ചുവടുമാറ്റം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വർത്തമാന അവസ്ഥയിലേക്കുള്ള കൃത്യമായ ചൂണ്ടുപലകയാണ്. ലക്ഷക്കണക്കിന് യുവാക്കളുടെ ആത്മരോഷവും നിരാശയും തെരുവിൽ പ്രകടമാകുമ്പോൾ അത് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത മുന്നറിയിപ്പായി മാറുന്നു. എന്നാൽ അതിനേക്കാളേറെ അത് വിരൽ ചൂണ്ടുന്നത് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളെ രാഷ്ട്രീയ ചോദ്യങ്ങളാക്കി മാറ്റാൻ കഴിയാതെ പോയ മുഖ്യധാര പ്രതിപക്ഷത്തിന്റെ ദയനീയ പരാജയത്തിലേക്കാണ്. വെറുമൊരു സറ്റയർ പ്ലാറ്റ്ഫോമായി തുടങ്ങി പിന്നീട് വ്യവസ്ഥിതിയെ വിറപ്പിക്കുന്ന ജനകീയ ശക്തിയായി മാറിയ ആഗോള ജെൻ സി പ്രക്ഷോഭങ്ങളുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. കെനിയയിലെയും ബംഗ്ലാദേശിലെയും തെരുവുകളിൽ യുവത്വം കുറിച്ച അതേ വിപ്ലവ ചരിത്രമായി ഈ മുന്നേറ്റം മാറുമോ എന്ന ആശങ്കയാണ് ഭരണകൂടത്തിനുള്ളത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളുടെ ദൈനംദിന അതിജീവന സമരങ്ങളെ വിപ്ലവകരമായി നയിക്കാൻ തെരുവിലിറങ്ങുന്ന ഒരു ബദൽ രാഷ്ട്രീയ സംസ്കാരത്തിന് മാത്രമേ ഇനി ഇന്ത്യൻ ജനാധിപത്യത്തെ ജ്വലിപ്പിച്ചു നിർത്താൻ കഴിയൂ എന്ന് ഈ കോക്രോച്ച് രാഷ്ട്രീയം അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നു. ഇതോടെ സ്പോട്ട്ലൈറ്റ് പൂർത്തിയാകുന്നു. നമസ്കാരം.